മരണപ്പെട്ട അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരെയോ മഹാന്മാരെയോ കൊണ്ടുള്ള തവസ്സുൽ, അതിനെ അഹ്ലു സുന്നത്ത് വൽ ജമാഅ അതിന്റെ പണ്ഡിതന്മാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിന്റെ ഹുക്ം എന്താണ്? ഷിർക്കാണോ, ബിദ്അത്താണോ, ഹറാമാണോ? അതിന്റെ ഹുക്ം എന്താണ്? അത് മാത്രമല്ല, അഹ്ലു സുന്നത്ത്, രണ്ടാമത്തെ അതിനോടനുബന്ധമായ ചോദ്യവും ഉണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാർ ഞാൻ ഇപ്രകാരം പറഞ്ഞ തവസ്സുലിന്റെ ഏതെങ്കിലും ഇനങ്ങൾ അനുവദനീയം എന്ന് പറഞ്ഞിട്ടുണ്ടോ? തവസ്സുൽ എന്ന വാക്കിനർത്ഥം മാർഗം സ്വീകരിക്കുക എന്നാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗത്തെ സ്വീകരിക്കലാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അതിൽ അനുവദിക്കപ്പെട്ടതുണ്ട്, അല്ലാത്തതുണ്ട്. അനുവദിക്കപ്പെട്ട തവസ്സുൽ 3 രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷങ്ങൾ കൊണ്ടുള്ള പ്രാർത്ഥന. അള്ളാഹുവേ, നീ ഗഫൂറാണല്ലോ, അതിനാൽ പുറത്തു തരണേ. നീ റഹീമാണല്ലോ, അതിനാൽ കരുണ കാണിക്കണേ. ഇങ്ങനെ റബ്ബിന്റെ നാമങ്ങൾ വെച്ചുള്ള ദുആ അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. 2, ചെയ്തു വെച്ച കർമ്മങ്ങൾ മുൻനിർത്തിയുള്ള ദുആ. റബ്ബേ, ഞാൻ ഇങ്ങനെ അമൽ ചെയ്തു, അത് നിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്, അതിനാൽ നീ എനിക്ക് ഇന്ന ആവശ്യം നിർവഹിച്ചു തരണേ. അതും അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. 3, ഒരാളെ ദുആ കൊണ്ട് മറ്റൊരാളുടെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ന് നമുക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, അതും ഒരു തവസ്സുലാണ്. അത് ജീവിച്ച പ്രകാരത്തെ അമ്പ്യാവിനോട് പോയി പറയാം, അല്ലാത്തവരോട് പോയി പറയാം, മുസ്ലിമീങ്ങളോടൊക്കെ അത് പറയാൻ പറ്റും. ഇതാണ് അനുവദിക്കപ്പെട്ട തവസ്സുലുകൾ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്നുള്ളത് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുലാണ്. ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം എന്നർത്ഥം, ജാഹ് എന്നാൽ സ്ഥാനം എന്നാണ്, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വർദ്ധനവ്, വളർച്ച എന്നൊക്കെയാണ് അർത്ഥം. മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ അവകാശം കൊണ്ട്, മുഹമ്മദ് നബിക്കുള്ള സ്ഥാനം കൊണ്ട് റബ്ബേ ഞാൻ എന്നോട് ചോദിക്കുന്നു. അത്തരമൊരു രീതി പ്രവാചകർ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബിമാർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് പുത്തനാചാരമാണ്, ബിദ്അത്താണ്, ശിർക്കല്ല. അത് ബിദ്അത്താണ്, പിൽക്കാലത്ത് കടന്നു വന്ന പുത്തൻ ആചാരമാണ്. എന്നാൽ മുഹമ്മദ് നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യാൻ നിർബന്ധിതനാകും, ഉത്തരം തരാതിരിക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ല എന്നൊരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതൊരു പക്ഷേ കുഫ്റിലേക്ക് വരെ എത്താനും സാധ്യതയുണ്ട്. അപ്പൊ അത്തരമൊരു രീതി തെറ്റായ തവസ്സുലാണ്. അത് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. നബി തങ്ങൾ പഠിപ്പിച്ച സ്വഹീഹായി വന്ന ദുആകളിൽ എവിടെയും അത്തരം രീതി കാണാനും സാധ്യമല്ല. ദുർബലമായ മൗദൂആയ റിപ്പോർട്ടുകളിലെല്ലാം പലതും വന്നിട്ടുണ്ട് എന്നല്ലാതെ സ്വീകാര്യയോഗ്യമായ നിലയ്ക്ക് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ എവിടെയും ആ ശൈലി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഞാനിത് ചോദിക്കാനുണ്ടായ കാരണം, ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പ്രവാചകനെ കൊണ്ട് തവസ്സുലാക്കുന്നത് അനുവദനീയമാക്കിയിട്ടുണ്ട് എന്ന് വായിക്കാൻ കഴിഞ്ഞു. ഷെയ്ഖ് അൽബാനിയുടെ അത്തവസ്സുൽ എന്ന ഗ്രന്ഥത്തിൽ തന്നെ ഷെയ്ഖ് അൽബാനി തന്നെ ഈ വിഷയം പ്രതിപാദിക്കുന്നുമുണ്ട്. അതിനെ ന്യായീകരിച്ചുകൊണ്ടല്ല, പക്ഷേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലക്ക് ഇങ്ങനൊരു വാദമുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ ഈ വീക്ഷണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ സാധാരണക്കാരായ നമ്മളോടൊക്കെ തന്നെ ഈ അടുത്തിടയ്ക്കുള്ള വിവാദ വിഷയങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു ഇമാമിങ്ങളെ മുശ്രിക്കാക്കി. അപ്പൊ ഇതും ഒരു ഇമാമ ലോകം അംഗീകരിക്കുന്ന ഇമാമു സുന്നയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വീക്ഷണത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? ഇവിടെ ശിർക്ക് വരുന്നില്ല, നമ്മൾ അതേ പറഞ്ഞു. അതേസമയം നബിയുടെ വിഷയത്തിൽ ബി മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ, വിശദമായ ചർച്ചകൾ പല പണ്ഡിതന്മാരുടെയും കിതാബുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹു ബി മുഹമ്മദ്, അല്ലാഹു യസ്അലുക ബി മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ? അതിനെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞവർ, പറ്റില്ലെന്ന് പറഞ്ഞവർ, ഇനി പറഞ്ഞാൽ അതിന് ഉദ്ദേശം എന്താണ്, അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നൊക്കെ ചർച്ചകൾ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. ബി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ബി മഹബത്തി മുഹമ്മദിന് എന്ന് വേണമെങ്കിൽ വിശദീകരണം കൊടുക്കാം. മുഹമ്മദ് നബിയോട് സ്നേഹം കൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു. ബിത്തിബാഇ മുഹമ്മദിൻ, മുഹമ്മദ് നബിയെ പിൻപറ്റുക എന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. നബിയെ പിൻപറ്റുക എന്നുള്ളത് ഒരു അമലാണ്, അത് വെച്ച് ചോദിക്കാം. മുഹമ്മദ് നബിയെ ബഹുമാനിക്കുക, തഅലീം, അതൊരു മനുഷ്യൻ ചെയ്യുന്ന അമലാണ്, അത് വെച്ച് ചോദിക്കാം. ആ നിലക്കുള്ള ചർച്ചകൾ ഇമാം അഹ്മദിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളിൽ കാണാം, അതേപോലെ തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം. അത് പണ്ഡിത ലോകത്ത് ആ തരത്തിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഹക്ക് ജാഹ് ബർക്കത്തുള്ള തേട്ടങ്ങളെ ആ നിലക്കൊന്നും അവരാരും പരാമർശിച്ചതായി ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. നബിയുടെ കാര്യത്തിൽ ഇങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾക്ക് പരാമർശങ്ങളുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ഇന്നുള്ള ഈ ഹക്ക് ജാഹ് ബർക്കത്തുള്ള തവസ്സുൽ അംഗീകരിച്ചതോ ആ നിലയ്ക്ക് അവർ അനുവദിച്ചതോ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. ഇതേ സംബന്ധമായി തന്നെ ഇമാം നവവിയിൽ നിന്നൊരു ഉദ്ധരണി സാധാരണ കേൾക്കാറുണ്ട്. അത് ഞാൻ അതിന്റെ സിഹത്തിനെ പറ്റി എനിക്കറിയില്ല. ഇമാം നവവി പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ റസൂലിന്റെ മുഖത്തിന്റെ നേർക്ക് മുഖം തിരിച്ചിട്ട്
നബിയോട് അള്ളാഹുവിനോട് ദുആ ചെയ്യാനായി നബിയോട് ആവശ്യപ്പെടണം എന്ന് ഇമാം നവവി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞതായിട്ട് വായിക്കാനുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ അഹ്ലു സുന്നയുടെ പണ്ഡിതരുടെ വീക്ഷണം എന്താണ്? അതുകൂടി അറിഞ്ഞാൽ. നബവി ഇമാമിന്റെ ശറഹ് മുഹദ്ദബിലാണ് ഉള്ളത്. നബിയോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം എന്നല്ല അവിടെയുള്ളത്. സിയാറത്തിന്റെ മര്യാദകൾ പറയുന്നിടത്ത് സിയാറത്ത് ചെയ്യാനുള്ള മര്യാദ പറഞ്ഞു. അവിടെ വന്നിട്ട് ഖിബിലക്ക് തിരിയിരിക്കലും നബിയുടെ ഖബറിലേക്ക് തിരിയലും എല്ലാം പറഞ്ഞ ശേഷം അവിടെ പറഞ്ഞു യതവസ്സലു ബിഹി ഫി ഹഖ്ഖി നഫ്സിഹി വയസ്തശ്ഫു ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല. ഇതാണ് ശറഹ് മുഹദ്ദബിലെ വാചകം. വയതവസ്സലു ബിഹി ഫി ഹഖ്ഖി നഫ്സിഹി, അവന്റെ സ്വന്തം കാര്യത്തിൽ അവൻ നബിയെ തവസ്സുലാക്കണം. വയസ്തശ്ഫു ബിഹി ഇലാ റബ്ബിഹി, നബി മുഖേന റബ്ബിനോട് അവൻ ശുപാർശ തേടണം എന്നാണ് വാചകം. രണ്ട് കാര്യം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹഖ് ജാഹ് ബർക്കത്ത് അവിടെയും അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. മുഹമ്മദ് നബിയെ അവൻ തവസ്സുലാക്കണം, അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ കൊണ്ട് അവൻ തവസ്സുലാക്കണം എന്ന പ്രയോഗമുണ്ട്. മുഹമ്മദ് നബിയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുലാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹജ്ജിന് പോകുന്നു, മദീനത്തെത്തുന്നു, അയാൾ പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ ഞാൻ മുഹമ്മദ് നബിയെ സ്നേഹിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്, അതിനാൽ നീ എനിക്ക് പുറത്തു തരണേ എന്നൊരാൾ തേടിയാൽ എന്തു പറയാം? തവസ്സല ബി മുഹമ്മദിൻ എന്ന് പറയാം. മുഹമ്മദ് നബിയെ കൊണ്ട് അയാൾ തവസ്സുലാക്കി എന്ന് പറയാം. അല്ലെങ്കിൽ റബ്ബേ എന്റെ നബിയെ പിൻപറ്റുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ, ആ ഇത്തിബാ മുൻനിർത്തി ഞാൻ എന്നോട് ചോദിക്കുന്നു എന്നൊരാൾ പ്രാർത്ഥിച്ചാലും അയാൾ നബിയെ തവസ്സുലാക്കി എന്ന് വേണമെങ്കിൽ ഭാഷയിൽ പറയാം. അപ്പൊ അവിടെ നബി ഇമാമ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഹഖ് ജാഹ് ബർക്കത്താണ് എന്ന് ഏതായാലും പറഞ്ഞിട്ടുമില്ല. പിന്നെ വയസ്തശ്ഫു ബിഹി ഇലാ റബ്ബിഹി, നബിയെ കൊണ്ട് അല്ലെങ്കിൽ നബി മുഖേന റബ്ബിനോട് ശുപാർശ തേടണം എന്നാണ്. അതും ഇതേ അർത്ഥത്തിൽ പറയാവുന്ന ഒന്നാണ്. റബ്ബേ ഞാനിവിടെ വന്നത് നിന്റെ നബിയുടെ ശഫാഅത്ത് എനിക്ക് ലഭിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് ആ ശഫാഅത്ത് നൽകണേ എന്നൊരാൾ പറഞ്ഞാൽ വേണമെങ്കിൽ എന്തു പറയാം? ഇസ്തശ്ഫഅ ബിഹി എന്ന് പറയാം. അപ്പൊ അങ്ങനെ പല രൂപത്തിൽ അർത്ഥം വെക്കാവുന്ന ഒരു പദപ്രയോഗം എന്നേ അവിടെയുള്ളൂ. നബി ഇമാം അവിടെ ഹഖ് ജാഹ് ബർക്കത്ത് പറഞ്ഞിട്ടില്ല, ആ നിലക്ക് അവിടെ വ്യക്തമാക്കിയിട്ടുമില്ല. ശറഹ് മുഹദ്ദബിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് ഖബർ സിയാറത്ത്, നബി മദീനയിലെ സിയാറത്ത് പറയുമ്പോൾ അവിടെയാണ് അദ്ദേഹം ആ ഭാഗം പ്രയോഗിച്ചിട്ടുള്ളത്.